നമസ്കാരം. അപ്പം നമ്മൾ വണ്ടിൻ്റെ പണി കഴിഞ്ഞിട്ട് പിന്നെ വ്ളോഗ് എനിക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ല. എന്നെ ഈ ലുക്കിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവുണ്ടാവും കുറച്ച് പണികൾ എനിക്ക് പെൻഡിങ്ങിലുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ തീർത്ത് ഇന്ന് പണികളൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പം ഇന്ന് സത്യം പറഞ്ഞാൽ ഞങ്ങൾ കാസർഗോഡ് നിന്ന് ഡ്രസ്സ് കാര്യങ്ങൾ അറേഞ്ച് ചെയ്യുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഡൗട്ട് ഉണ്ടായിരുന്നു എന്താ വെച്ചാൽ ഇപ്പോൾ എന്തെങ്കിലും കറക്ഷൻസ് കാര്യങ്ങൾ വന്നാൽ എങ്ങനെ കാസർഗോഡ് നിന്ന് ഷുഫ്ക്കി എല്ലാവരും ചെക്കന്മാരെല്ലാവരും എത്തും എന്നുള്ളതിന്. അപ്പോൾ അത് ക്ലിയർ ചെയ്തുകൊണ്ട് ആദ്യത്തെ പ്രാവശ്യം നമ്മളടുത്ത് വന്നു, നമ്മളെ ഡ്രസ്സിൻ്റെ മെഷർമെൻറ്റ്സ് കാര്യങ്ങൾ നോക്കി. രണ്ടാമത്തെ പ്രാവശ്യം നമ്മളടുത്ത് തന്നെ വന്നിട്ട് ഇപ്പോൾ മെഷർമെൻറ്റ്സ് കാര്യങ്ങൾ ഫുള്ള് ഓല് ചെക്ക് ചെയ്തു. അപ്പോൾ ഇതിൽ നമ്മളെ ഡ്രസ്സുണ്ട്. ഇത് ഫുള്ള് കാണൂല, ഇപ്പം കാണിച്ചു തരില്ല, കുറച്ച് കഴിഞ്ഞിട്ടാണ് റിവീൽ ചെയ്യുക. അതിലൊരു ഡ്രസ്സുണ്ട്, ഇതിലൊരു ഡ്രസ്സുണ്ട്, അവിടെ ഒരു ഡ്രസ്സുണ്ട്. അപ്പം ഓരോ പരിപാടിക്ക് ഇത് നമ്മളെ റെൻ്റലിൻ്റെ അല്ലേ, ടെക്സോ. അപ്പോൾ ഈ ടെക്സോ എന്ന് പറയുന്നത് 11 തന്നെ റെൻ്റലിൻ്റെതാണ്. ഇത് നമ്മളെ ഇത് കസ്റ്റമൈസ്ഡ്, ഫുള്ള് കസ്റ്റമൈസ്ഡ്. അപ്പം ഇതിപ്പോൾ സാധാ ഒരു നോർമൽ 3-4 പരിപാടി ഉണ്ട്. അപ്പോൾ ഇത് സാധാ പരിപാടിക്കുള്ള ഒരു ഫിറ്റാണ് ഇപ്പം ഇട്ട് വെക്കണത്. ഇത് ഓവറായല്ലോ. ഇല്ല. അപ്പം ഇതാണ് എനിക്ക് ഇഷ്ടമുള്ള ഫിറ്റ്. അതായത് പാൻസൊക്കെ എനിക്ക് കറക്റ്റ് എന്താണോ എൻ്റെ ഫിറ്റ് അതുപോലെ തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇതാ ഫുൾ സെറ്റ് ഫിറ്റ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ മുമ്പ് കാസർഗോഡത്തെ ഒരു പരിപാടിക്ക് ഈ വൈറ്റ്, ഈ ഓഫ് വൈറ്റ് സാധനം ഇപ്പം ഞാൻ എടുത്ത് നോക്കുകയാണ്. ഈ ഓഫ് വൈറ്റ് എനിക്ക് കാസർഗോഡിലൊരു പ്രോഗ്രാമിന് ചെയ്തെന്നതിനെ ഓരന്നേനു സീനത്താൻ്റെ കൂടെ, കണ്ണൂർ സീനത്താൻ്റെ കൂടെ പാടിയ പരിപാടിക്ക് ഇട്ട ഓഫ് വൈറ്റ് സാധനം ചെയ്ത ഓരന്നേനു. അതുപോലെ തന്നെ ഈ ഒരു സാധനം എനിക്ക് ചെയ്തു തന്നിട്ടുള്ളതും ഓരന്നെയാണ്. ഇനിയിപ്പോൾ അതുപോലെ തന്നെ നമുക്ക് പരിപാടികൾക്ക് ആവശ്യമായ എല്ലാ സാധനവും നമുക്ക് ചെയ്തു തന്നിട്ടുള്ളത് ടീം 11 ആണ്. റീറ്റെയിൽ ആൻഡ് വെഡ്ഡിങ് സ്റ്റുഡിയോ, 11 മെൻസ് വെഡ്ഡിങ് സ്റ്റുഡിയോ മഷൂഫ്ഖാൻ്റെയാണ്. ഇതാണ് നമ്പർ. ഉപ്പള, മംഗളൂർ, കാസർഗോഡ് എല്ലായിടത്തും ഔട്ട്ലെറ്റ് ഉണ്ട്. ഇതാണ് മഷൂഫ്ഖ, ഇതാണ് ഓരോ പാർട്ട്നേഴ്സ് എല്ലാവരും നമ്മളെ കൂടെ ഉണ്ട്. അപ്പം എല്ലാവരും ഇത് ഇക്കാൻ്റെ ചെറിയ കുട്ടികളാണ് കേട്ടോ. ഒന്ന് നത്താശ, ഒന്ന് നൂഹ്. അപ്പോൾ നൂഹും നത്താശയും വന്നിട്ട് ഫുൾ സൈലൻ്റ് ആയിരുന്നു. പക്ഷേ ചോക്ലേറ്റ് കിറ്റ്കാറ്റൊക്കെ തിന്നുമ്പോൾ സൈലൻസ് ഒന്നുമില്ല. ആദ്യം ഒരു ചോക്ലേറ്റ് ഫുള്ള് തിന്നു, ഇപ്പോൾ ഒരു കറുത്തലവിയും കഴിക്കുന്നുണ്ട്. അതിന് വല്ലാതെ സൈലൻസ് ഇല്ല. കോഴിക്കോടാണ് അവർ പഠിക്കുന്നത്. നമ്മളെ ഷോപ്പിന് വരുന്നത് കോഴിക്കോട് ഇനാസ് ബ്യൂട്ടിക്ക് എന്ന് പറഞ്ഞിട്ടുള്ള കോഴിക്കോട് തന്നെ ഓൽക്കൊരു ഷോപ്പും ഉണ്ട്. അപ്പോൾ താങ്ക് യു സോ മച്ച്. നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിട്ടില്ല. നമ്മളെ ചെറിയ ചെറിയ ചേഞ്ചസിന് പോലും കാസർഗോഡ് നിന്ന് എപ്പോൾ പോന്നു? രാവിലെ പോന്നു. അപ്പോൾ രാവിലെ കാലിക്കറ്റ് എത്തി. പിന്നെ നമ്മളിവിടെ അവൈലബിൾ ആയ ടൈമിൽ നമ്മളെ നാട്ടിലേക്ക് എത്തി. ചെറിയ ചേഞ്ചസിന് പോലും കാസർഗോഡുള്ള ആൾക്കാരാണ്. സോ കാസർഗോഡ് നിന്ന് വ്ളോഗ് കാണുന്നവരുണ്ടെങ്കിൽ എന്തായാലും കമൻസിൽ ക്ലാപ്പ് ചെയ്യുക. കാരണം കാസർഗോട്ടുകാരാണ് ഈ കല്യാണം നമുക്ക് അടിച്ച് പൊളിച്ചാക്കി തന്നിരിക്കുന്നത്. സോ ഒരുപാട്. അപ്പം ഇപ്പോൾ വന്നതൊക്കെ ജസ്റ്റ് ട്രെയിലർ മാത്രമാണ്, ഒറിജിനൽ പടം അതന്നെ. അപ്പം ഇപ്പോൾ വന്ന വെറും ട്രെയിലർ മാത്രമാണ്. ഇനി ഒരുപാട് സാധനങ്ങൾ ഇതിലൊക്കെ വരാനുണ്ട്. പക്ഷെ അതിപ്പോൾ തന്നെ റിവീൽ ചെയ്ത് കഴിഞ്ഞാൽ അന്നത്തെ ഒരു ദിവസം ഇടുമ്പോൾ ഭംഗി ഉണ്ടാവില്ല എന്നുള്ളത് വിചാരിച്ചിട്ടാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഇനി കല്യാണത്തിൻ്റെ അന്ന് ഓക്കെ, ഇൻഷാല്ലാ. ഓക്കെ. അപ്പോൾ എങ്ങനെയുണ്ട് ഇതിപ്പോൾ ഒരു നോർമൽ ചെറിയൊരു സെറ്റപ്പ് പരിപാടിക്ക് ഇടാനുള്ളതാണ്. ഇത് എങ്ങനെയുണ്ട് ഈ ഫിറ്റ് വന്നത്? ഫിറ്റിംഗ് ട്രയലാണ്. എങ്ങനെയുണ്ട് എന്നുള്ളത് എല്ലാവരും കമൻറ്റ് ചെയ്യുക. ഇത് രസമില്ലെങ്കിൽ നിങ്ങൾ ഇനി പറയാം, നമ്മൾ ഇതിലാറ് അടിപൊളിയാക്കും. എത്ര അടിപൊളി ലെവലിലുള്ളത് നമ്മൾ അടിക്കും. ഇതിപ്പോൾ ഏറ്റവും ചെറിയ പരിപാടിക്കുള്ളതാണ് ഈ ഒരു സംഭവം ചെയ്തിട്ടുള്ളത്. അപ്പോൾ എനിക്ക് വാച്ച്, റിങ്ങൊക്കെ വരാനുണ്ട്. പിന്നെ കുറേ സാധനങ്ങൾ ഹെവി സാധനങ്ങൾ ഇവിടെ കിടക്കണം. അപ്പോൾ എന്തായാലും കല്യാണത്തിൻ്റെ ദിവസത്തിൽ നമുക്കത് കാണാം.